ഡാ ഇന്നലെ നിങ്ങൾ എല്ലാരും കൂടി പെരുന്നാളിന് പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു? പെരുന്നാളിന് പോയിട്ട് എന്റെ പൊന്നു ചേച്ചി ഒരു രക്ഷയില്ല. അവിടെ എല്ലാവരും പാമ്പായിരുന്നു. പാമ്പെന്ന് പറഞ്ഞാണ്ടല്ലോ മൊത്തം പാമ്പൊന്നും അല്ലായിരുന്നു. അവിടെ കുറച്ച് കുടിയന്മാരുണ്ടായിരുന്നു. അല്ലാണ്ട് അവിടെ വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നില്ല. ഇവൻ പറയാൻ വലിയ പാമ്പൊന്നും അല്ല, ചുമ്മാ അവന്റെ തള്ളു. ഒന്ന് വന്നു ചേച്ചി പിന്നെ കാണാം. ശരി അമ്മ എന്റെ പൊന്നമ്മ അവിടെ പാമ്പുണ്ടായിരുന്നല്ല. അത് പാമ്പായിരുന്നു എന്നല്ല, എന്റെ കൂട്ടി തെറ്റുകളോ. പാമ്പായിരുന്നു എന്നല്ല. അവിടെ എല്ലാവരും ഇങ്ങനെ വെള്ളം അടിച്ച് ആകെ വിഷയമായിട്ട് നിൽക്കുകയാണല്ലോ. അപ്പൊ ഇങ്ങനെ അവരൊക്കെ തുത്തി മറിയുണ്ടല്ലോ. അപ്പൊ അതിനെ നമ്മളെല്ലാവരും നാട്ടുകാർ പറഞ്ഞു കേട്ടിട്ടില്ലേ, പാമ്പായിരുന്നു, അവൻ പാമ്പായിരുന്നു, ഇവൻ പാമ്പായിരുന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതേപോലെ ഞാൻ പറഞ്ഞു അവിടെ മൊത്തം പാമ്പായിരുന്നു. എന്റെ ജീബിനെ അവിടെ പാമ്പ് ഞാൻ കണ്ടില്ല. കുറച്ച് പിള്ളേരുകൾ കുടിയും കഴിഞ്ഞ് കിടന്ന് ആടുണ്ടായിരുന്നു. നീ എന്താടാ ദൈവമേ. ചേച്ചി ഇത് എവിടേക്കാ പോയേ? നടക്കാറിങ്ങിയത് എന്റെ മോളെ. അതെ, ഇന്ന് എന്തിട്ടാ കറിയൊക്കെ വെച്ചത് നിങ്ങള്? കോഴി കറി വെച്ചു. കോഴി കറി വെച്ച കാര്യം ഒന്നും പറയാണ്ടിരിക്കാനല്ലോ ചേച്ചി. അപ്പൊ അതെന്താ പറ്റിയേ? അതെന്താ പറ്റിയെന്നാ എന്റെ പൊന്നു ചേച്ചി, ആ കോഴിനെ ഓടിച്ച് പട്ടിയായി. എന്ത് പോക്ക പോണ കോഴി. പട്ടിയായൊന്നുമില്ല, കുറച്ച് കഷ്ടപ്പെട്ടു ഓടി എന്ന് വെച്ചിട്ട് പട്ടിയായൊന്നുമില്ല. ഇവനെന്താ പട്ടിയാവാനായിട്ട് എന്താ ഒടിയന്റെ മോനങ്ങാനാണ്. എന്റെ പൊന്നു ചേച്ചി പിന്നെ കാണാം. അമ്മ എന്താ എന്റെ പൊന്നമ്മ, ഞാൻ പറ്റിയെന്നല്ല പറഞ്ഞത്. നമ്മളിങ്ങനെ കൊറേ ഓടി വിഷമിച്ചൊക്കെ വരുമ്പോ നമ്മൾ ആ ആവശ്യതയാവില്ലേ, അതിനെ എല്ലാവരും ഇങ്ങനെ പറയണതാണ് പട്ടിയെന്ന്. ആ കൂടെ ഞാൻ പറഞ്ഞ ഞാൻ പട്ടിയെന്ന്. അതെ, നീ പട്ടിയായൊന്നുമില്ല, കാര്യം നീ കൊറേ കഷ്ടപ്പെട്ടു, കൊറേ ഓടി എന്ന് വെച്ചിട്ട് നീ ഇങ്ങനെയൊന്നും പറയാതെ. അമ്മ